മിസ്റ്റർ ജെ ബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്തൊരു ആംപ്ലിഫയർ തന്നെയാണ്. അപ്പം ഇതിന് മുമ്പായിട്ട് പറയട്ടെ, ഈ ഒരു ക്യാബിൻ നമുക്ക് തന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ നമ്മുടെ റീസ്റ്റോറേഷൻ വീഡിയോസൊക്കെ കണ്ടിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്ന ക്യാബിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോസൊക്കെ കണ്ടിട്ട് പുള്ളിയുടെ കയ്യിലിരുന്ന ഒരു ക്യാബിൻ നമുക്ക് തരണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ട് പുള്ളി എനിക്ക് തന്ന ഒരു ക്യാബിനാണിത്. NP, അതായത് നാഷണൽ പാനസോണിക്കിന് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയിരുന്ന NP ക്യാബിൻസിൻ്റെ NP950 എന്ന് പറയുന്ന ഒരു മോഡലാണ് ഈ ഒരു ക്യാബിൻ എന്ന് പറയുന്നത്. ക്യാബിൻ മാത്രമേ ഉള്ളായിരുന്നു, നോബും കാര്യങ്ങളൊന്നും. ഇതൊക്കെ നമ്മളിപ്പോൾ ഇട്ടാണ് ഫുൾ ക്യാബിൻ. ഇച്ചിരി എന്താ പറയുക, പുകയൊക്കെ അടിച്ച് അഴുക്കൊക്കെ കയറി നാശമായി പോയില്ല, കംപ്ലീറ്റ്ലി നാശമായിട്ടില്ലായിരുന്നു. കുറേ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇച്ചിരി ഉഴപ്പിയാണ് ഈ ഒരു റീസ്റ്റോറേഷൻ ചെയ്തത്. കംപ്ലീറ്റ്ലി പെയിൻറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു മേൽഭാഗം, കാരണം നമുക്ക് സൺഡേ ആയതുകൊണ്ട് ഇവിടെ പെയിൻറ്റ് കിട്ടിയില്ലായിരുന്നു. മാറ്റ് ബ്ലാക്ക് എൻ്റെ ഇരുന്ന് തീർന്നു പോയി. അപ്പോൾ അതൊന്നും അടിക്കേണ്ട പെൻഡിങ് ഉണ്ട്. നമുക്ക് കുറച്ച് വർക്ക് പെൻഡിങ് ഉള്ളതുകൊണ്ടാണ് നമ്മളിത് സ്കിപ്പ് ചെയ്ത് ചെയ്യുന്നത്. ഒരു പെയിൻറ്റ് അടിക്കുന്നതിൻ്റെ ഒരു വർക്ക് കൂടി മാത്രമേ ഉള്ളൂ. അതുപോലെ അകത്തും നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇച്ചിരി തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എനിവേ നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള പ്രവീൺ എന്ന് പറയുന്നൊരു പയ്യനാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു വീഡിയോയിൽ കൂടെ അദ്ദേഹത്തിനോടുള്ളൊരു നന്ദി ഞാനിവിടെ അറിയിക്കുകയാണ്. നമ്മൾ പുറത്ത് ഷൂട്ട് ചെയ്യുന്ന കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹം തന്നൊരു ക്യാബിനാണ്. അതിനകത്ത് നമ്മൾ ഒരു ഇതേപോലെ തന്നെ നമുക്കൊരു പഴയ ഡെക്ക് എടുത്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു 4440 IC ഡുവൽ IC വരുന്ന ഒരു ബോർഡാണ് നമ്മളിതിനകത്ത് വെച്ചത്. ഇതിൽ നമ്മളൊന്നും പവർഫുൾ ആയിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എല്ലാം പഴയ സംഭവം തന്നെയാണ്. ഇതിനകത്തിരിക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇതുപോലെ പണ്ട് ഒരു ടക്കായുടെ ഡെക്കിൽ നിന്ന് എടുത്ത ഒരു ട്രാൻസ്ഫോമറാണ്. 12 വോൾട്ട് 3 ആമ്പർ വരുന്ന ട്രാൻസ്ഫോമർ. ഇതിരിക്കുന്ന ബോർഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഡെക്കിനകത്തുള്ളൊരു ബോർഡ് തന്നെയാണ്. 4440 IC വിത്ത് ഹെഡ് പ്രീയോടുകൂടി വരുന്ന ഒരു ബോർഡാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം പഴയ സാധനങ്ങൾ തന്നെയാണ്. കംപ്ലീറ്റ് റീസ്റ്റോറേഷനാണ് ചെയ്തിരിക്കുന്നത്. ആ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പ് കയറി മഴയത്ത് കിടന്ന് നാശമായി പോയ ഒരു ബോർഡ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഗുണമെന്ന് വെച്ചാൽ നമ്മളെടുത്ത് കളയുന്ന പല സാധനങ്ങളും അടിപൊളി വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ IC ബെസ്റ്റോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ബോർഡായിരുന്നു. ബെസ്റ്റോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ക്യാബിനായിരുന്നു. അത് നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ. അപ്പം അതിൽ നിന്ന് എടുത്ത ബോർഡാണ്. അതിനൊക്കെ നമ്മൾ ഇച്ചിരി പവർഫുള്ളായിട്ടായിരിക്കും ചെയ്യുന്നത്. മോസ്ഫെറ്റൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ആ ഒരു ആംപ്ലിഫയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് തൽക്കാലം ഇതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ എല്ലാം പവർഫുള്ളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് അതിനനുസരിച്ചുള്ള ബോക്സ് വെക്കേണ്ടി വരും. അത് മാത്രമല്ല, മെയിൻലി പ്രധാനമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ബഡ്ജറ്റില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്കങ്ങനെ വരുമാനമൊന്നും ഉള്ള ആളല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളത് വെച്ച് നമ്മൾ ഓണം പോലെ എന്ന് പറയും. ഇപ്പം നമ്മൾ നേരത്തെ ഉള്ള റീസ്റ്റോറേഷൻ വീഡിയോസൊക്കെ അകത്ത് ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു, 1-2 പേരെ കമൻറ്റ് ചെയ്തു, ഇത്രയും വലിയ ക്യാബിനകത്ത് നിങ്ങൾ ഈ ചെറിയ ബോർഡാണോ വെച്ചത്. അതായത് സുഹൃത്തെ, നമ്മളിപ്പം ഒരു ആംപ്ലിഫയറിലേക്ക് നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ മോസ്ഫെറ്റോ അല്ലെങ്കിൽ STK കയറ്റുമ്പോൾ അതിനകത്ത് വരുന്ന ചിലവെന്ന് പറയുന്നത്, ഒരു STK ആംപ്ലിഫയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാലും 2500 രൂപയോളം നമുക്ക് ചിലവ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചിലവ് എങ്ങനെ പോയാലും ഒരു 3000 റുപ്പീസിനടുത്ത് നമുക്ക് ഒരു ആംപ്ലിഫയറിൽ ആവുന്നുണ്ട്. നമ്മളിങ്ങനെ 1, 2, 3 ആംപ്ലിഫയറുകൾ ഇങ്ങനെ എടുത്ത് റീസ്റ്റോർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിലും ഇതേപോലെ ഫണ്ട് എന്താ പറയുക അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പഴയ സാധാ ആംപ്ലിഫയറിൻ്റെ ബോഡി യൂസ് ചെയ്യുന്നത്. നമുക്ക് പാട്ട് കേൾക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ്, റീസ്റ്റോർ ചെയ്തെടുക്കുക. ആക്ച്വലി വർഷങ്ങൾക്ക് മുമ്പ് ഈ ടൈപ്പ് NP ക്യാബിനസിലൊക്കെ വരുന്ന ബോർഡുകൾ എന്ന് പറയുന്നത് 4440 IC വരുന്ന ബോർഡാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ മോസ്ഫെറ്റോ ട്രാൻസിസ്റ്ററോ അല്ല. STK വരുന്നുണ്ടായിരുന്നു, STK അസംബ്ലി ചെയ്യുന്നവരുണ്ട്. എങ്കിലും ഒരു സാധാരണ ബഡ്ജറ്റിലുള്ള ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലൊക്കെ വെക്കുന്ന ടൈപ്പ് ആംപ്ലിഫയർ ആണെങ്കിൽ നമ്മൾ 4440 IC വരുന്ന ബോർഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴൊക്കെയാണ് ഈ ട്രാൻസ്ഫർ മോസ്ഫെറ്റും ഒക്കെ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിൻറ്റേജ് റീസ്റ്റോറേഷൻ ചെയ്യുമ്പോൾ വിൻറ്റേജ് സാധനങ്ങൾ തന്നെ യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. എനിവേ, നമുക്ക് ഈ ആംപ്ലിഫയറിലേക്ക് തിരിച്ചു വരാം. ഇതിനകത്ത് നമുക്ക് കാസറ്റ് ഡെക്ക് ഉണ്ട്. ഇത് വർക്കിംഗ് കണ്ടീഷനിലാണ്. നമുക്ക് മെക്കാനിസം വർക്കിംഗ് ആയിരുന്നു, ബെൽറ്റ് ഇല്ലായിരുന്നു. നമ്മൾ താൽക്കാലികമായിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുകയാണ്. ഇത് ഒരു ശാശ്വത പരിഹാരമല്ല, അത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. പക്ഷേ നമുക്ക് ബെൽറ്റ് കിട്ടാൻ വളരെ പാടാണ്. എറണാകുളത്തെ ഉള്ളത്, അത് കിട്ടുമ്പോൾ നമ്മൾ ബെൽറ്റ് എടുത്തിടുന്നതായിരിക്കും. ബെൽറ്റ് തൽക്കാലത്തേക്ക് ഞാൻ ഓടിക്കാൻ വേണ്ടിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുകയാണ്. റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ പാട്ട് വലിയുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്നാലും തൽക്കാലത്തേക്ക് കറങ്ങാൻ പാട്ട് കേൾക്കുക എന്നുള്ളൊരു പർപ്പസാണ്. റീസ്റ്റോറേഷൻ ആണല്ലോ, അതിനുവേണ്ടി നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ VU മീറ്റർ ഉണ്ട്. VU മീറ്ററിൻ്റെ LED ഒക്കെ കുറച്ച് മിസ്സിങ് ആയിരുന്നു. അത് പുള്ളി അന്നേ പറഞ്ഞായിരുന്നു. പക്ഷേ കമ്പോണൻസ് എല്ലാം വർക്കിംഗ് ആയിരുന്നു. നമ്മൾ LED എല്ലാം മാറ്റി ഇട്ടിട്ടുണ്ട്. ഇത് അല്പം പഴയ ടൈപ്പാണ്, കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇതൊന്നും എടുത്ത് മാറ്റാൻ എനിക്ക് തോന്നിയില്ല. കാരണം നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊന്നും എടുത്ത് മാറ്റി പുതിയ ഡിസൈനിൽ അക്രിലിക് ചെയ്യാനൊന്നും തോന്നിയില്ല. ആകെ നമ്മൾ ഇട്ടെന്ന് പറഞ്ഞാൽ ഈ പുതിയ നോബുകൾ ഇട്ടു എന്ന് മാത്രമാണ്. പിന്നെ ഇവിടെ 2 സ്വിച്ച് മിസ്സിങ് ആയിരുന്നു. നോബും ഇല്ല, സ്വിച്ചും ഇല്ലായിരുന്നു. ആകെയുള്ള ഈ ഒരു സ്വിച്ച് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ടേപ്പ് ബോക്സ് സെലക്ട് ചെയ്യുന്നൊരു സ്വിച്ച്. മൈക്കിൻ്റെ സോക്കറ്റ് ഞാൻ വെറുതെ ഇട്ടേക്കുന്ന അതിൻ്റെ ഒന്നും കൊടുത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഒരു പേഴ്സണൽ യൂസിന് ഇതൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല. ഞാൻ മൈക്ക് ഉപയോഗിക്കുന്ന അഹൂജയിലാണ്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അത് കൊടുക്കാത്തത്. അപ്പോൾ എത്രയാണ് ഫ്രണ്ട് സൈഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ നല്ല ഒരു മെക്കാനിസം ഇതിനകത്ത് വരുന്നുണ്ട്. എനിക്കൊന്ന് NP ക്യാബിനസിൽ ഇത്രയും വൃത്തിയായിട്ടുള്ളൊരു മെക്കാനിസം ഞാൻ ആദ്യമായിട്ട് കാണും. ഇത്രയും വൃത്തിയായിട്ടിരിക്കുന്നത് ഒരു ബ്രാൻഡഡ് ആയിട്ട് വരുന്ന ക്യാബിനിൽ വരുന്ന പോലത്തെ ഒരു മെക്കാനിസത്തിൻ്റെ കവറിങ് വരുന്നുണ്ട്. സാധാരണ NP ക്യാബിനസിൽ അത്രയും വൃത്തിയായിട്ട് വരാൻ
സാധ്യത കുറവായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ ലൈഫ് സ്റ്റൈൽ മ്യൂസിക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെയാണ് പവർ ഓൺ സ്വിച്ച് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു റെഡ് LED വരുന്നുണ്ട്. നമ്മളിത് ഓൺ ചെയ്ത് വർക്ക് ചെയ്ത് കാണിക്കാൻ അപ്പോൾ മനസ്സിലാവും. ഇവിടെ ഒരു LED വരുന്നുണ്ട്. ഇത്രയുള്ള ഫ്രണ്ട് ഭാഗത്തെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലുക്ക്. ഈ ഒരു ഭാഗം മാത്രമേ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത്. പിന്നെ ഇത് പുകയൊക്കെ അടിച്ചു, അടുക്കളയിൽ തട്ടിന് മണ്ടയ്ക്ക് അങ്ങോട്ട് വെച്ചിരുന്നായിരുന്നു. അപ്പോൾ കുറച്ച് പുകയൊക്കെ അടിച്ച് നാശമായി പോയത്. അത്യാവശ്യം മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ റീസ്റ്റോർ എടുത്തിട്ടുണ്ട്. NB ഓഡിയോസ് അവർ എഴുതിയിട്ടുണ്ട്. അപ്പം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നാഷണൽ പാനസോണിക് എന്ന് പറയുന്നൊരു പേരിലായിരുന്നു ഇവർ ഇറക്കിയിരുന്നത്. ആക്ച്വലി നാഷണൽ പാനസോണിക് ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കൊണ്ടേ കേസ് കൊടുത്തിട്ടാണ് അവർ നാഷണൽ പാനസോണിക്കിന് മാറ്റി NP എന്നുള്ള ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയായിരുന്നു വർഷങ്ങൾക്ക് 90s. ഇതിൻ്റെ ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആക്ച്വലി ഇതിപ്പോൾ നമ്മൾ ആ ഒരു റീസ്റ്റോറേഷൻ ചെയ്തത് കൊണ്ട് നമ്മളൊന്ന് റിവ്യൂ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പീക്കർ സോക്കറ്റുകൾ നമുക്ക് 4 കാണാം. അതായത് 4 സ്പീക്കർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സോക്കറ്റാണ്. നമ്മളിതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇത് 2 സോക്കറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ആയിരുന്നു ആക്ച്വലി നമുക്ക് ഓക്സിൻ്റെ ഇത് വരുന്നത്. എൻ്റെ ഈ കറൻ്റ്ലി ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ആ ഒരു RC സോക്കറ്റ് നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് 12 വോൾട്ട് സപ്ലൈ കൊടുക്കേണ്ടത്. നമ്മൾ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇത് കൊടുത്തത്. ഇപ്പം ഇത് ഔട്ടാണ്, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാൻ ഇവിടെ ഔട്ട് എടുക്കാൻ രണ്ടും ഒരേപോലെ ജോയിൻറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. അത് ഞാൻ ആംപ്ലിഫയറുകൾ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് പാരലായിട്ട് കണക്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു 90s ഒരു നൊസ്റ്റാൾജികക് ഫീൽ കിട്ടും. NB ക്യാബിൻസിൻ്റെ ലോഗോയും ക്വാളിറ്റി അഷ്വേർഡ് ഫേം എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർ അന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള അത്യാവശ്യം ഇന്നത്തെ കാലത്ത് നമുക്ക് പല ക്യാബിൻസ് കിട്ടാറുണ്ട്. ക്യാബിനെടുത്ത് നമ്മൾ ഫ്രണ്ടിൽ അക്രിലിക് പാനലൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അസംബിൾ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ക്യാബിനായിരുന്നു NB ഓഡിയോസിൻ്റെ. NB പ്രോഡക്റ്റ് എന്നൊരു ബ്രാക്കിൽ എഴുതിയിട്ടുണ്ട്. ക്വാളിറ്റി അഷ്വേർഡ് ഫേം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ക്വാളിറ്റി, അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഇത് നല്ല ക്വാളിറ്റിയാണ്. അല്പം ഇവിടെയൊക്കെ തുരുമ്പായിട്ടുണ്ടെങ്കിലും സംഭവം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാബിനാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള ബാക്ക് സൈഡിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കാം. ഇൻറ്റീരിയർ അത്ര വൃത്തിയും കാര്യങ്ങളൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇച്ചിരി ഉഴപ്പി അടിച്ച് ചെയ്തൊരു റീസ്റ്റോറേഷൻ ആയിരുന്നു. പെട്ടെന്ന് നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം. അപ്പം ഈ ഒരു ഫ്രെയിമിൽ അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളുണ്ട് ഈ ഒരു മുകൾ ഭാഗത്തിട്ട്. അത് നമ്മൾ പെയിൻറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മളത് ഉടനെ എണ്ണ അഴിച്ച് പെയിൻറ്റ് ചെയ്യും. നമ്മൾ പെയിൻറ്റൊന്ന് വാങ്ങിക്കാം. ക്യാബിൻ നല്ല ടൈറ്റാണ്. സാധാരണ ക്യാബിൻ പോലെയല്ല, നല്ല ടൈറ്റാണ്. സ്ക്രൂ ഇട്ടില്ലെങ്കിലും നമുക്ക് സംഭവം ഇരുന്നോളും. അതുപോലെ തന്നെ ഫ്രെയിമൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് ക്യാബിൻ്റെ ബോഡിയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ അസംബിൾ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങാം. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ VU മീറ്ററിൻ്റെ ബോർഡ് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് LED ഒക്കെ മിസ്സിങ് ആയിരുന്നു. നമ്മൾ LED ഒക്കെ ഇട്ടു. അതുപോലെ തന്നെ വയറൊന്നും ഇല്ലായിരുന്നു. വയറിങ്ങൊക്കെ നമ്മൾ കണ്ടുപിടിച്ചെടുത്തു. പിന്നെ വോളിയം കൺട്രോൾസ് എല്ലാം പുതിയതിട്ടു. ഇവിടെയാണ് നമുക്ക് വരുന്ന പവർ LED ഞാൻ പറഞ്ഞായിരുന്നു, പവർ ഇൻഡിക്കേഷൻ ലൈറ്റ് വരുന്നത്. പിന്നെ പവർ സ്വിച്ച്, പിന്നെ ഇവിടെ നമുക്ക് ഒരു സെലക്ടർ സ്വിച്ച് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെക്കാനിസത്തിൽ മോട്ടറുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റബ്ബർ ബാൻഡ് എന്ന് പറയുന്നത്. സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അത് ഇട്ടേക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബോർഡ് എന്ന് പറയുന്നത്. പഴയ ബോർഡാണ്. ബെസ്റ്റൺ TV ഓഡിയോ എന്ന് നമുക്ക് ആ ഒരു ബ്രാൻഡിങ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇവിടെ BT സെക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ് പ്രീ സെക്ഷൻ. ഇതാണ് നമ്മുടെ ഹെഡ് പ്രീ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ മെക്കാനിസത്തിൻ്റെ ഹെഡ് കണക്ട് ചെയ്യുന്ന വയറാണ്. അത് BT ബോർഡ്. പിന്നെ ഇവിടെ ആംപ്ലിഫയറിൻ്റെ സെക്ഷൻ വരുന്നത്. ഇത് LA4440 ഒറിജിനൽ IC ആകാനാണ് സാധ്യത. കാരണം പണ്ട് വരുന്നതായതുകൊണ്ട് ഒറിജിനൽ ആകാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് ഒരു ചാനലിൽ 6 വാട്ട്സോളം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നമുക്ക് ബ്രിഡ്ജ് എടുക്കുകയാണെങ്കിൽ 19 വാട്ട്സോളം നമുക്ക് ഒരു ചാനലിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിവേ നമുക്ക് ഒരു ചാനലിൽ 6 വാട്ട്സ് എന്നുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ കിട്ടുന്നത്. നമുക്കൊരു 6 ഇഞ്ച് വൂഫർ വരെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ഇതും പഴയ ഒരു ട്രാൻസ്ഫോമറാണ്. നോക്കുകയാണെങ്കിൽ ഇലക്ട്രോ എന്ന് പറയുന്നൊരു കമ്പനിയുടെ 12 വോൾട്ട് 3 ആംപിയറിൻ്റെ പഴയ ട്രാൻസ്ഫോമറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് ഫിൽറ്ററിങ് സെക്ഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ എർത്തിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളതിനകത്ത് പറയാനായിട്ട് വലിയ സംഭവങ്ങളൊന്നുമില്ല. അപ്പം ഇതാണ് നമ്മുടെ NP 950 എന്ന് പറയുന്ന ആംപ്ലിഫയറിൻ്റെ റീസ്റ്റോറേഷൻ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമ്മൾ ഇച്ചിരി ഉഴപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു തുരുമ്പ് കാര്യങ്ങളൊന്നും നമ്മൾ കളഞ്ഞില്ല. അതൊക്കെ പിന്നീട് ഒരു ദിവസം നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് വർക്ക് പെൻഡിങ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ NP 950 എന്ന് പറയുന്ന ആംപ്ലിഫയറിൻ്റെ ഗ്യാസ് മെക്കാനിസം ആംപ്ലിഫയറിൻ്റെ റീസ്റ്റോറേഷൻ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. റീസ്റ്റോറേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. റീസ്റ്റോറേഷൻ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളത് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു റിവ്യൂ എന്ന് പറഞ്ഞോളൂ. നമ്മൾ ചെയ്തതുകൊണ്ട് നമ്മുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട്, പിന്നെ ഇതിനോടൊരു താല്പര്യമുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് കിട്ടുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോകളിലൊക്കെ കുറേ തെറ്റുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഔട്ട്പുട്ട് വാട്ടേജൊക്കെ ഇച്ചിരി കൂട്ടി പറയുന്നുണ്ടായിരുന്നു. അത് ഞാൻ PMBO പറയുന്നതാണ്. ആണെങ്കിൽ അങ്ങനെ പറയാമല്ലോ എനിക്ക്. ഓക്കെ, എനിവേ നമുക്കിതിനകത്ത് 6 വാട്ട്സ് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് കൊടുക്കുന്നത്. ഔട്ട് വരുന്നത് നമുക്കൊരു 5 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് വൂഫർ 8 ഇഞ്ചൊക്കെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു 20 വാട്ട്സിൻ്റെയൊക്കെ വൂഫർ നമുക്ക് കൊടുക്കാൻ കുഴപ്പമില്ല. പിന്നെ ഞാനിത് ഹൈ പവർ ഉള്ള ഉദ്ദേശം എന്നുള്ളതല്ല, വർക്ക് ചെയ്യിക്കുക. നമ്മൾ ആ ഒരു പഴമ തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ ഒരു പഴയ സാധനത്തിനെ വീണ്ടും ജീവൻ വെപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ.
റീസ്റ്റോർ ചെയ്തെടുക്കുക, നമ്മൾ സൂക്ഷിച്ച് വെക്കുക, പാട്ട് കേൾക്കുക. ഇതിൽ നമ്മൾ പാട്ട് കേൾക്കും. നമ്മൾ ഒരു സാധനം പോലും ഉപയോഗിക്കാതിരിക്കത്തില്ല, റീസ്റ്റോർ ചെയ്തിട്ട് കളയുകയല്ല, റീസ്റ്റോർ ചെയ്ത് നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെച്ച് നമുക്ക് അതിനുവേണ്ടി നമ്മളൊരു പ്രത്യേകം ബോക്സും ചെയ്തിട്ട് ഇതിലെല്ലാം നമ്മൾ പാട്ട് കേൾക്കും. ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള റീസ്റ്റോറേഷൻ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് വിട്ടേക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ റീസ്റ്റോറേഷൻ വീഡിയോ കാണാൻ മറക്കരുത്. അപ്പം ഇതുപോലുള്ള ഒരുപാട് റീസ്റ്റോറേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.